തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ മിന്നും പ്രകടനം കഴിഞ്ഞപാടെ മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. മാണി ഗ്രൂപ്പ് മടങ്ങിച്ചെല്ലുമെന്ന മട്ടിലായിരുന്നു ആദ്യം വർത്തമാനം വികസിച്ചത്. ഇടത് വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്ന് ജോസ് കെ മാണിയും ഇങ്ങോട്ട് എടുക്കുന്നില്ലെന്ന് പി ജെ ജോസഫും ആദ്യമേ പ്രഖ്യാപിച്ചതോടെ ആ നീക്കത്തിന്റെ കൂമ്പടഞ്ഞു. സംസ്ഥാന ഭരണം പിടിക്കാൻ തദ്ദേശക്കളത്തിലെ കളി പോരാ എന്ന് നന്നായി അറിയാവുന്ന നേതൃത്വം ഇതാ രണ്ടുപേരെ കൂടി ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു. CK ജാനുവും PV അൻവറും. രണ്ടുപേരും അസോസിയേറ്റ് അഥവാ അര അംഗങ്ങൾ ാണ് UDFന്റെ കൂടാരത്തിലെത്തുന്നത്. അൻവർ വന്ന പാടെ ഉയർന്ന മുറുമുറുപ്പ് കക്ഷി അടങ്ങിയൊതുങ്ങി നിന്നോളുമോ എന്നതിനെ ചൊല്ലിയാണ്. CK ജാനു 2 മാസം മുമ്പ് വരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി UDFന് കൈകൊടുത്തതിനെതിരായ വിമർശനം വേറൊരു ഭാഗത്തും ശക്തമാണ്. അൻവർ മുന്നണിക്ക് വഴങ്ങുമോ? CK ജാനു മുത്തങ്ങ മറന്നോ? വിഷ്ണുപുരത്തെ വേണ്ടാത്ത സദ്യക്കുണ്ണാൻ വിളിച്ചതോ? ഇനി ആരെങ്കിലും വരാനോ പോകാനോ ഉണ്ടോ? എല്ലാം പരിശോധിക്കാം. ആരാണ് ഈ അസോസിയേറ്റ് അംഗം എന്ന് പറയുന്നത്? ഘടകകക്ഷി എന്ന പൂർണ്ണ അധികാരം ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കില്ല. മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാനാകില്ല. തെരഞ്ഞെടുപ്പിൽ സഹകരിക്കും. നിയമസഭയിൽ ഒരു ബ്ലോക്കായി ഇരിക്കുകയും ചെയ്യും. ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുള്ളത് UDF മാത്രമാണ് എന്നാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ CK ജാനു പറഞ്ഞത്. മുത്തങ്ങ സമരകാലത്ത് UDF ഭരണമെങ്കിലും ശേഷം അവർ ആദിവാസികൾക്കായി നിലകൊണ്ടു എന്നാണ് CK ജാനുവിൻ്റെ ഭാഷ്യം. മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ ഈ തീരുമാനമെടുത്തത്. ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന മുന്നണിയാണ് UDF എന്നും CK ജാനു പറയുന്നു. ജാനു മുത്തങ്ങ സമരചരിത്രം മറന്ന് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മുത്തങ്ങയിൽ നരനായാട്ട് നടത്തിയവർക്കൊപ്പം CK ജാനു ചേർന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ വിമർശനങ്ങളൊക്കെ. മുത്തങ്ങയിലെ നരനായാട്ട് നടന്നത് 2003 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ ക്രൂരത മാപ്പർഹിക്കുന്നതല്ല എന്ന് 3 മാസം മുമ്പ് CK ജാനു പറഞ്ഞിരുന്നു. മുത്തങ്ങ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം AK ആന്റണിയുടേത് മാത്രമല്ലെന്നും CK ജാനു പറഞ്ഞു. വനം മന്ത്രിയായിരുന്ന K സുധാകരനും KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരനും പങ്കുണ്ട് എന്നും പറഞ്ഞിരുന്നു. UDF പ്രവേശം പിണറായിസത്തിന്റെ തിക്താനുഭവങ്ങൾക്കിടെ ലഭിച്ച സന്തോഷ വാർത്തയാണ് എന്നാണ് PV അൻവർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. UDF അധികാരത്തിലെത്തുക എന്നതാണ് പ്രധാനം. സതീശനടക്കം നന്ദി പറയുകയും ചെയ്തു PV അൻവർ. ജയമുറപ്പുള്ള സീറ്റില്ലെങ്കിൽ ജയസാധ്യതയുള്ള സീറ്റ് UDFനോട് ആവശ്യപ്പെടാനാണ് PV അൻവറിന്റെ തീരുമാനം. അൻവറിനെ സ്വാഗതം ചെയ്ത് ബേപ്പൂർ, തവനൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസിനെയും അസോസിയേറ്റ് അംഗമാക്കാൻ UDF തീരുമാനിച്ചിരുന്നു. മുന്നണിയിലെടുക്കുമെന്ന UDF പ്രഖ്യാപനത്തിന് പിന്നാലെ NDA വിടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തു. UDFനെ ചതിച്ചിട്ടില്ലെന്നായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രതികരണം. ചർച്ച നടന്നെന്ന് തൻ്റെ അറിവോടെയോ സമ്മതമോ ഇല്ലാതെ അത് പറഞ്ഞത് UDF ആണ് തന്നെ വഞ്ചിച്ചതെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് VD സതീശനും വ്യക്തമാക്കി വാക്കുകളിലേക്ക്. എൻ്റെ സമ്മതമില്ലാതെ അവിടെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയും. എൻ്റെ സമ്മതമോ അറിവോ സമ്മതമോ അപേക്ഷയും ഇല്ലാതെ എന്നെയാണ് വഞ്ചിച്ചത്. അത് തിരിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരാളെ അസോസിയേറ്റ് മെമ്പറാക്കിയതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഘടകകക്ഷി മെമ്പറാക്കുകയാണെങ്കിൽ ആക്കാതിരുന്നിട്ടാണ്. അത് ഞങ്ങൾ തയ്യാറല്ല. ഘടകകക്ഷിയാക്കണ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. മറ്റ് രണ്ടുപേരും സമ്മതിച്ചല്ലോ, അത് പിന്മാറിയതാണ്. അത് ലോസ്റ്റ് ചാപ്റ്ററാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം അത്ര രസിച്ചിട്ടില്ല എന്ന സന്ദേശം നൽകിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുത്. PV അൻവർ കുറച്ചുകൂടി സംയമനം പാലിക്കണം. ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയോടെ പോകണമെന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയുള്ള ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. എന്തായാലും സനീഷ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചില മുന്നണി മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇപ്പോൾ PV അൻവർ നേരത്തെ തന്നെ മുന്നണിയിൽ കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നയാളാണ്. അദ്ദേഹം മുന്നണിയിലേക്ക് എത്തിയിരിക്കുന്നു. CK ജാനു മുമ്പ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച UDFുമായി സഹകരിക്കുന്നതിനെയൊക്കെ ഉയരുന്നതിൽ വലിയ കാര്യമില്ല. കാരണം ഇതിനു മുമ്പും സഹകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും CK ജാനുവിൻ്റെ അടക്കം തീരുമാനം ഇതിനെല്ലാം എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് ഹർഷ നമ്മളിപ്പോൾ 2 തരത്തിൽ നോക്കാം ഇതിനകത്ത് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിനകത്തുള്ളൊരു പരിഹാസ്യത വേഗത്തിൽ ബോധ്യപ്പെടും. കാരണം
PV അൻവർ VD സതീശനെയും കോൺഗ്രസിനെയും UDFനെയും എത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് പരിഹസിച്ചിരുന്നത്. അതും തൊട്ടടുത്ത് 1 വർഷം പോലും ആയിട്ടില്ല, അതിനപ്പുറത്തും വരെ എന്തു തരം പിണറായി വിജയനും MV ഗോവിന്ദനും പറയുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ അവർക്കൊപ്പമാണ് ചേരുന്നത് എന്നത് നമുക്ക് പരിഹാസ്യമായിട്ട് കാണാം. CK ജാനു അവരുടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് അവർ പുറത്തു പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് പോയിട്ട് NDAയുടെ ക്യാമ്പിലിരുന്നതാണ് എന്ന് നമുക്കറിയാം. അവർ ഈ പറയുന്ന മുത്തങ്ങ സംഭവത്തിൽ ആൻ്റണിയുടെ കാലത്തായിരുന്നു ഇത്രയും വലിയ സംഭവം ഉണ്ടായത്. അതാണ് അവരുടെ എക്കാലത്തെയും രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമുക്ക് ഇപ്പോൾ അതേ പാളയത്തിലേക്ക് പോകുന്നു എന്നതിനെയും പരിഹാസ്യമായിട്ട് കാണാം. പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അങ്ങേയറ്റം പരിഹാസ്യമായിട്ട് കാണാം. കാരണം ഇപ്പോൾ BJPയുടെയാണ് നമ്മൾ മിസ്ഡ് കോൾ അടിച്ചാൽ അതിനകത്തേക്ക് മെമ്പർഷിപ്പ് കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് അപേക്ഷ കൊടുക്കുക പോലും ചെയ്യാതെ ഒരു മുന്നണിക്കകത്ത് കക്ഷിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ അയാൾ അപ്പം തന്നെ അതിനെ നിഷേധിക്കുകയാണ്. ഞാൻ 14 വയസ്സ് തൊട്ട് ഈ പ്രായം വരെയും സ്വയം സേവകനാണ്, RSSകാരനാണ് എന്ന് പറഞ്ഞായിട്ട് കണ്ടു ഞാൻ ഒരു സ്ഥലത്തത്. ഞാൻ ആ ബൈറ്റായിട്ട് കേട്ടില്ല, എഴുതിയത് കണ്ടു. അങ്ങനെയുള്ള എന്നെ UDF മുന്നണിയിലേക്ക് ഞാൻ അപേക്ഷ കൊടുക്കാതെ എടുത്തു എന്ന് പറയുന്നതിന് അങ്ങേയറ്റം കോമഡിയായിട്ട് കാണാം. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തെ അങ്ങനെ നിഷ്കളങ്കമായിട്ട് നോക്കേണ്ടുന്നൊരു സംഗതി അല്ലല്ലോ രാഷ്ട്രീയം. എല്ലാവരും മുതിർന്ന ആളുകളടക്കം പറയുന്നത് കേട്ടില്ലേ നമ്മളത് ഒന്നും രണ്ടല്ല എന്നൊക്കെ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിഹാസ്യത അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും മോശം കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യം കൊണ്ട് മാറ്റി വെക്കാം, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറ്റേ ഇവർ ഈ മുന്നണി വികസിപ്പിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും കളിയാക്കി പറയേണ്ടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം UDF ഉണ്ടാക്കി. 2% വോട്ടിൻ്റെ വ്യത്യാസം CPMൽ നിന്ന് കൂടുതലായിട്ട് കോൺഗ്രസിനുണ്ട്. നല്ല ശുഭകരമായുള്ളൊരു കാലമാണ്. 3ാം ഭരണം എന്ന പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ മുന്നണിയുടെയും പ്രതീക്ഷകൾക്ക് വിഫലമാക്കിക്കൊണ്ട് ഭരണത്തിൽ വരാവുന്ന സാഹചര്യം അവർക്ക് മുന്നിലുണ്ട് എന്ന് UDF കണക്കാക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോഴും അത്രക്ക് ശുഭകരമാണോ? എളുപ്പത്തിൽ കേക്ക് വാക്ക് എന്ന നിലക്ക് കയറി അധികാരത്തിൽ പോയിരിക്കാവുന്ന നിലയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇല്ല. അങ്ങനെ ഇപ്പോൾ തന്നെയും സാഹചര്യമില്ല. ഇനി അങ്ങോട്ട് 3-4 മാസം കഴിയുമ്പോൾ എന്തായിരിക്കും കാര്യം എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ തിരിച്ചടി കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താനും മറ്റുമൊക്കെ CPMും ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ആകെ തന്നെയും ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൊമെൻറ്റം വിട്ടുകളയുക, ഈ മൊമെൻറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആളുകളെ ഇങ്ങോട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ആ അർത്ഥത്തിൽ PV അൻവർ എന്തൊക്കെ പരിഹാസപൂർവ്വം കഴിഞ്ഞ തവണ പറഞ്ഞാലും PV അൻവറിന് സോളിഡായിട്ടുള്ള ഒരു വോട്ട് ബെൽറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹം എത്രത്തോളം പിണറായി ആയിരുന്നു മുൻകാലത്തെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ പിതാവിനെ പോലെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്ന PV അൻവറിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. എത്രത്തോളം പിണറായി അനുകൂലിയായിരുന്നു മുൻകാലത്തെങ്കിൽ അത്രത്തോളം അതേക്കാൾ ശക്തമായ പിണറായി വിരോധിയായിട്ട് അദ്ദേഹത്തെ കുടുംബപരമായിട്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ മരുമോനിസത്തിനും കൂടിയാണ് എതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ഒരു ചാമ്പ്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം വർത്തമാനങ്ങൾക്കൊക്കെ ഇലക്ഷൻ കാലത്ത് വലിയ പ്രസക്തി ഉണ്ടാകും. അദ്ദേഹത്തിന് വലിയ തെറ്റില്ലാത്തൊരു വോട്ട് ബാങ്ക് കൂടെ ഉണ്ട് എന്ന് നമ്മൾ കാണണം. അതായത് ഇപ്പോൾ CK ജാനു വരുന്ന പോലെയല്ല PV അൻവർ വരുന്നത്. PV അൻവറിനപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും ആ ഭാഗത്തൊക്കെ. പിന്നെ CK ജാനുവിനെ എന്തിനു കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ് VD സതീശൻ എപ്പോഴും പറയാറ്. അപ്പോൾ CK ജാനുവിന് ഇരു മുന്നണികളിലോ ശക്തമായ പാർട്ടികളിലോ പെടാതെ ചെറുപ്രായം തൊട്ട് അതികഠിനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ ഏറ്റവും പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എമർജ് ചെയ്ത് വന്ന ഒരാളെന്ന പേര് എക്കാലത്തും CK ജാനുവിനുണ്ട്. CK ജാനു ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാലും എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഡിമിനിഷായി പോയാലും ഒക്കെ CK ജാനുവിന് മേൽ ആ വലിയ ഇമേജ് നിൽക്കും എന്ന് തന്നെ നമ്മൾ കാണണം. കേരള സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു മുൻനിരയിൽ ഒരു പ്രധാനപ്പെട്ട കസേര ഉള്ള ആൾ തന്നെയാണ് CK ജാനു എന്ന് നമ്മൾ കാണണം. അവർ തെറ്റായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവാം, അവരൊരുപക്ഷെ ഒരല്പം ഫെയ്ഡായിട്ട് പിന്നോട്ട് പോകുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ കേരളമാകെ പരിശോധിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അനന്യമായിട്ടൊരു ഒരു ഇടമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് UDFന് ഇതുപോലൊരു സാഹചര്യത്തിൽ ഗുണം തന്നെയാണ് ചെയ്യുക. പക്ഷേ അവർ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണ്? CK ജാനുവിന് പിന്നിൽ PV അൻവർ ഉള്ളത്രക്ക് പോലും സാമ്പത്തികമായിട്ടോ സാമൂഹ്യമായിട്ടോ വോട്ട് ബേസായിട്ടോ വലിയ പിന്തുണയുണ്ടാകില്ലെങ്കിലും കോൺഗ്രസ് ചെയ്യേണ്ടുന്നത് എന്താണ്? അവരെ MLA ആയിട്ട് ഈ നിയമസഭയിലേക്ക് കൊണ്ടുവരണം എന്ന ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും പൊതുസമൂഹം അവർക്ക് മേൽ വെക്കും. കാരണം പ്രത്യേകിച്ച് അസോസിയേറ്റ് അംഗമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവരെ വെറുതെ കൊണ്ടുവരരുത്. അവരെ ഈ NDA കൊണ്ടുപോയെങ്കിലും അവർക്കൊരു പദവിയും കൊടുത്തിരുന്നില്ല. പക്ഷേ അത് ചെയ്യരുത്. ഇപ്പോൾ NDA ഒക്കെ എത്ര ആളുകൾക്കാണ് ദേശീയ തലത്തിലൊക്കെ വലിയ പൊസിഷൻസ് കൊടുത്തത്. പക്ഷേ CK ജാനു ഇത്ര പ്രധാനപ്പെട്ടൊരു ആളായിട്ട് കൂടിയിട്ട് കേരളം പോലൊരു സ്ഥലത്ത് BJP ആ നിലക്ക് നോക്കിയിട്ട് ശക്തമായിട്ട് നോക്കിയിട്ട് പോലും അവർക്ക് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പദവി കൊടുക്കാൻ NDA BJP തയ്യാറായിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല, കൊടുക്കാൻ പദവികളില്ലാഞ്ഞിട്ടല്ല BJPയും NDAയും അത് കൊടുക്കാതിരുന്നത്, അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. നമ്മളങ്ങനെ കാണുന്നുണ്ടല്ലോ. പക്ഷേ കോൺഗ്രസ് അത് ചെയ്തു കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇത് നിന്ന് കാണുകയാണ്, സന്തോഷത്തോടെ തന്നെ കാണുകയാണ്. അതിൻ്റെ നിഷ്കളങ്കമായ തോതിൽ രാഷ്ട്രീയത്തെ കാണുന്ന ആളുകൾക്ക് പരിഹാസ്യമായിട്ട് തോന്നുമ്പോഴും അങ്ങനെ പരിഹസിക്കേണ്ടതല്ല എന്ന മട്ടിൽ നമ്മൾ കാണുന്നതിന് അവർക്കൊരു പദവി കൊടുക്കണം എന്ന ഒരു ഉപാധി കൂടെ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ
ഞാൻ വിചാരിക്കുന്നത്. അത് കൊടുക്കുമായിരിക്കും. ആ അർത്ഥത്തിലാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന വോട്ടർമാരുടെയും മറ്റും പങ്കാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വലുപ്പത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ പങ്കാളിയാകുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് ഇത്ര കാലം ദീർഘകാലം വൈകിട്ടാണെങ്കിൽ തന്നെയും അവർ അവിടേക്ക് വരുന്നു എന്ന ഒരു വലിയ സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം വി ഡി സതീശനും കോൺഗ്രസിനാകെ തന്നെയും കിട്ടും. പിന്നെ വി ഡി സതീശൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ പി വി അൻവർ എത്രമാത്രം ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നതാണ്. വിമർശനം മാത്രമല്ല, ചിലപ്പോൾ ആക്ഷേപത്തോളം എത്തുന്ന തരത്തിൽ വി ഡി സതീശനെയും കോൺഗ്രസിനെയും അപമാനിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പി വി അൻവർ എന്ന് പറയുന്ന ഈ ഷാർപ്പ് എഡ്ജുകളുള്ള എവിടെ തൊട്ടാലും മുറിയുന്ന എഡ്ജുകൾ മുഴുവൻ രാഗി മിനുക്കിക്കളഞ്ഞു വി ഡി സതീശൻ. അതായത് പി വി അൻവർ എന്ന് പറയുന്ന ഈ അക്രമകാരിയായിട്ടുള്ള എന്ന് വെച്ചാൽ രാഷ്ട്രീയം, ഞാൻ വിത്തിൻ കോട്ട്സാണ് പറയുന്നത്, അദ്ദേഹം ഫിസിക്കലി അക്രമം നടത്തുന്നതല്ല, പക്ഷേ അക്രമോത്സുകനായിട്ടുള്ള എവിടെ തൊട്ടാലും മുറിയുന്ന ആ രാഷ്ട്രീയക്കാരനെ നിലത്തുറച്ചിട്ട് രാഗി മിനുക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ എടുക്കുന്നത്. അത് ആ നിലക്ക് അവർക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ അവർ RJD അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലരെങ്കിലും. PJ ജോസഫ് എതിർത്താലും കേരള കോൺഗ്രസ് എം വരികയാണെങ്കിൽ കൊണ്ടുവരാം എന്ന ചിന്ത ഇവർക്കിടയിൽ ഉണ്ടാകണം. പിന്നെ ഈ പറയുന്ന RJD LDFിനകത്തെ അതൃപ്തി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ RJDയെ കൊണ്ടുവന്നാൽ വടകരയിലെ പ്രശ്നം അവിടെയുണ്ട്. RJD എന്തിനു കൊണ്ടുവരണം? ഇതാരും അങ്ങോട്ട് ചെന്നിട്ട്, അതായത് ഇപ്പോൾ ഒരുപക്ഷെ മറിഞ്ഞേക്കാം, UDFന് ഭരണം കിട്ടിയേക്കാം എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ആർക്കെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇതിനാകപ്പാടെ ഇത് ഇവർക്ക് ദോഷം ചെയ്യുമല്ലോ, അല്ലെങ്കിൽ സുഖമായില്ല എന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അത് ഈ അപേക്ഷ പോലും കൊടുക്കാത്ത വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പിടിച്ചിട്ട് അസോസിയേറ്റ് അംഗമാക്കുക എന്ന, ഇവരൊക്കെ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു തമാശ കാര്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ഈ കാലത്ത് രാഷ്ട്രീയമായിട്ട് സാധാരണമായി മാറിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ BJP മറ്റേ മിസ്ഡ് കോൾ അടിച്ചിട്ട് ആളുകളെ എടുക്കുന്നു എന്നതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാകെ തുകയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു നടപടിയാണ് അവർ എടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ തമാശ നിറഞ്ഞ എപ്പിസോഡ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ തന്നെയായിരുന്നു. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണമല്ലോ, അതായത് ഞാൻ 14 വയസ്സ് മുതൽ സ്വയം സേവകനായിരിക്കുന്നു, ഞാനങ്ങനെ പോകുന്നു. അതിനകത്ത് വലിയ കാര്യമില്ല. കാരണം RSS അങ്ങനെ ഒരു നിലപാട്, ഇപ്പോൾ BJP പൂർണ്ണമായും RSS പ്രവർത്തകരെല്ലാം BJPക്ക് തന്നെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ BJPയിൽ പ്രവർത്തിക്കണം എന്നൊരു നിലപാട് RSSന് ഇല്ല. RSSൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായി BJP നിൽക്കുമ്പോൾ തന്നെ ആശയപരമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് RSSൻ്റെ രീതി. ധാരാളം RSSകാരും പണ്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. ഇതിപ്പോൾ അറിയാത്ത കാര്യമൊന്നുമല്ല. അത് കോൺഗ്രസിൻ്റെ വലിപ്പം വേറെയായിരുന്നു. സീരിയസ് ആയിട്ട് അത് കോൺഗ്രസിൻ്റെ ഒരു രൂപം വേറെയായിരുന്നു. ഈ പുതിയ കാലത്തെ കാര്യമല്ല പറയുന്നത്, മുമ്പ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല, RSSനില്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ തൽക്കാലം അത് പറയാമെന്നുള്ളതല്ലാതെ RSSനില്ല. പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു ഫൗൾ പ്ലേ കളിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഞാൻ ആ കാര്യത്തിൽ വി ഡി സതീശനെ വിശ്വാസത്തിലെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇതിൽ മുന്നണിയിലേക്ക് പൂർണ്ണ അർത്ഥത്തിൽ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്, ഘടകകക്ഷിയായി കൊണ്ടുവരണം എന്നുള്ളതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ആഗ്രഹം. അത് നടക്കില്ല എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനം വന്നപ്പോൾ ഈ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഇഷ്ടപ്പെട്ടില്ല. അത്രയേ ഉള്ളൂ. ബാക്കി മൊത്തം സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുന്നണി വിപുലീകരിക്കേണ്ട അടിയന്തരമായ ആവശ്യം എന്തു വന്നാലും കോൺഗ്രസിലുണ്ട്, അല്ലെങ്കിൽ UDFിലുണ്ട്. 21 സീറ്റുകളാണ് കോൺഗ്രസിന് ഈ നിയമസഭാ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 21 സീറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു നമ്പറാണ്. ഇപ്പോൾ 9 സീറ്റൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവരാൻ കരുണാകരനെ പോലൊരു നേതാവൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അന്നത്തെ കാലവും സാഹചര്യവും വ്യത്യസ്തമായിരുന്നു. മണ്ഡലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മണ്ഡലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അത്ര എളുപ്പത്തിൽ കോൺഗ്രസ്സിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സനീഷ് ഒരു 42 സീറ്റെങ്കിലും കോൺഗ്രസ് വിജയിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ കോൺഗ്രസിന് അത്രയും, അതായത് ഇപ്പോൾ വിജയിച്ചതിൻ്റെ ഇരട്ടി സീറ്റ് കോൺഗ്രസ് വിജയിച്ചാൽ മാത്രമേ അടുത്ത ഭരണം കൈയാളാവുന്ന തരത്തിലേക്ക് ആ മുന്നണി മാറൂ. കാരണം ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം ഇപ്പോൾ ലീഗിന് ഇപ്പോൾ 15 സീറ്റ് എന്നുള്ളത് 20 22 സീറ്റ് വരെ ആക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. ഒരുപക്ഷെ അത്രയും വളർത്തിയെടുക്കും എന്ന് കരുതാം. വേറെ ആരാ ഉള്ളത്? ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന് ഈ പറയുന്നത് പോലെ മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനൊന്നും കഴിയുമെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ചൊന്നും കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റില്ല. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ജേക്കബ് പിറവം മുതൽ പിറവം വരെയും പണ്ട് കേരള കോൺഗ്രസ് ബിയുടെ അതിർത്തി പറയുന്ന പോലെ, കൊട്ടാരക്കര അതിർത്തി പറയുന്നത് പോലെ ഒരു അതിർത്തിയാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെതും പറയാനുള്ളത്. അതിനപ്പുറത്ത് വലിയ പാർട്ടികളില്ല, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഇല്ല. പക്ഷേ ഇടതുമുന്നണിയിൽ അങ്ങനെയല്ല.
കാരണം ഒരു മുന്നണി എന്ന നിലയ്ക്ക് അത് വലിയൊരു സംവിധാനമാണ്. CPI അതിനകത്തുണ്ട്, അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ അവിടെ അതിനകത്തുണ്ട്. RJD എന്ന് പറയുന്നത് അത്ര നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ പറ്റുന്ന സംവിധാനമല്ല ഒരു ചില പോക്കറ്റുകളിലെങ്കിലും. മറ്റ് പാർട്ടികൾ, ഓരോ പാർട്ടികളെയും അതുപോലെ കേരള കോൺഗ്രസ് B അതിനകത്തുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഇപ്പോൾ ചില സാമുദായിക വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ സംവിധാനങ്ങൾ അതടക്കം എല്ലാം ചേർന്ന ഒരു തികഞ്ഞ മുന്നണി എന്ന സ്വഭാവം ഇടതുമുന്നണി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് UDF അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം ധാരാളം ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ വരവ് തീർച്ചയായും അതിലേക്ക് ഉണ്ടായേ മതിയാകൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചു നിർത്തും എന്നാലും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ BDJS ഇടതുമുന്നണിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്നുള്ള ആലോചന അവർക്കിടയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവർ ഈ പറയുന്നത് പോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി BJP കണ്ടെത്തി അവതരിപ്പിച്ച സംവിധാനമായതുകൊണ്ട് അതങ്ങനെ വിട്ടുപോകാൻ സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ അവസാന ആശ്രയ കേന്ദ്രം UDF ആയിരിക്കും. ഈ LDF എന്നൊക്കെ ഇപ്പോൾ പറയുന്നതല്ലാതെ അതിൻ്റെ അവസാന ആശ്രയ കേന്ദ്രം ഇപ്പോൾ ആകപ്പാടെ 5 വാർഡിൽ ജയിച്ചു വന്നിരിക്കുന്ന ഏതാണ്ട് മൃതാവസ്ഥയിലുള്ള ഒരു സംവിധാനമാണത്. പക്ഷേ അവരുടെ ആശ്രയം ഇതായിരിക്കും. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടി NDAയിൽ നിൽക്കുന്നുണ്ട്, വൈസ് ചെയർമാൻ NDAയുടെ ഒരു വാർഡിലെങ്ങാണ്ടാണ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ എന്തോ മഹാസംഭവമാണ്, പ്രസ്ഥാനങ്ങളാണെന്ന് പറയും. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്ക് കുറച്ച് നാടാർ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശേഷി ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടി ഇതിനകത്ത് വേണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് അവർ പോകുന്നത്. നേരത്തെ പറഞ്ഞത് CK ജാനുവിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. CK ജാനു എന്നത് ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ CK ജാനുവിനെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് പണ്ട് തന്നെ ഇടതുമുന്നണിയോ അല്ലെങ്കിൽ UDF ഇവിടെ ചെയ്യേണ്ടതായിരുന്നു. BJP NDAയുടെ ഭാഗമാക്കിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. മാത്രമല്ല അവർ പ്രസംഗിക്കാവുന്നിടത്ത് മുഴുവൻ BJP പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് CK ജാനു ഞങ്ങളുടെ കൂടെയാണ്. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ആ സമൂഹത്തിന് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ CK ജാനുവിനെ മുൻനിർത്തി നടത്താൻ BJPയും കേരളത്തിൽ അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PV അൻവറിന് വേറെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. സനീഷ് നേരത്തെ പറഞ്ഞ പോലെ സതീശൻ അടക്കമുള്ളവരല്ല, VD സതീശൻ ഒറ്റയാളാണ് ഈ സിംഹത്തിൻ്റെ പല്ല് രണ്ടും ഊരി മാറ്റി വെച്ചിട്ട് മുന്നണിയിലേക്ക് കുപ്പിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കാൻ തന്നെയുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയധികം സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടാണ് PV അൻവർ ഇങ്ങനെ പദം വന്ന് UDFിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉറച്ചിക്കാനാണ്. ഇനിയിപ്പോൾ NCPയിൽ പ്രശ്നമുണ്ട്, കുട്ടനാട് പ്രശ്നമാണ്. ഇടതുമുന്നണി അത് ഏറ്റെടുക്കുമോ എന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഇനി ഇപ്പുറത്ത് കേരള കോൺഗ്രസ് എസ്സിൽ നിന്ന് 400 പേര് കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 പേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരള കോൺഗ്രസിൻ്റെ. എന്നാൽ പോലും 400 പേര് രാജിവെക്കുന്നു എന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ എല്ലാ ചെറു പാർട്ടികളിലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതെല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അതങ്ങനെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ പൊട്ടിത്തെറികൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വന്നു. സ്വാഭാവികമായും എല്ലാവരും ഇവിടെ UDFിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നൊരു മേയർ വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ പോലെ മുതിർന്ന ഒരു നേതാവ്, നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഒരാളെ വേണമെങ്കിൽ കോൺഗ്രസ് ദീപ്തി മേരി വർഗീസിനെ വിളിച്ചാലേ കിട്ടൂ. അതായത് അവിടെ അത്രയ്ക്ക് പവർഫുള്ളായി അവരിയ്ക്കുന്നു എന്നുള്ള പ്രതീതി നിലനിൽക്കുമ്പോഴാണ് ദീപ്തി മേരി വർഗീസിനെ നിഷ്കരുണം വെട്ടി മാറ്റിയിട്ട് മറ്റ് 2 പേർക്ക് അവസരം വീതിച്ച് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അപ്പോൾ ഈ ഇത്തരം തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സാമുദായിക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താനോ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന പഴയ കോൺഗ്രസിനെ അല്ലെങ്കിൽ പഴയ UDFിനെ തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഇനിയെങ്കിലും ഈ കോൺഗ്രസ് ഈ പൊതുസമൂഹത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെ പിന്തുണയുമായി ദീപ്തി മേരി വർഗീസിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. ധാരാളം കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ ആ നിലയ്ക്ക് ചർച്ച തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒന്നും സൃഷ്ടിക്കാതിരിക്കുകയാണ് കോൺഗ്രസ് വേണ്ടത്. കാരണം വളരെ ഈസി വാക്ക് ഓവർ അല്ല മുന്നിലുള്ളത്, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ കണക്കുകളുടെ ഏറ്റവും ഒടുവിലെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്ന അതല്ലേ. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടിയിരിക്കുന്ന 14.71% വോട്ട് മാത്രമാണ്. അവർക്കങ്ങനെ അവരും ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ തവണ എങ്ങനെയാണോ ചർച്ച നടത്തിയത് അതുപോലെ 0 മുതൽ 3 വരെ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് 7 മുതൽ 20 വരെ സീറ്റ് എന്നുള്ള BJPയുടെ കണക്കൊക്കെ തൽക്കാലം അടച്ചു വെച്ചിട്ട് അവർ ആ 3 സീറ്റിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിലേക്ക് പോകുന്നതായിരിക്കും BJPക്കും നല്ലത്. അതുപോലെ ഇപ്പുറത്ത് കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള അതിശക്തമായ മത്സരത്തിൻ്റെ വേദിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ ഏതെങ്കിലുമൊക്കെ പോക്കറ്റിൽ ചില ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ തക്കവണ്ണമുള്ള ചില ഇടപെടൽ നടത്താനുള്ള ശേഷി മാത്രമേ NDAക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ
സാധ്യതയുള്ളൂ എന്നാണ് ഞാനും കരുതുന്നത്. എന്തായാലും കേരള കോൺഗ്രസുകളുടെ മുന്നണിച്ചാട്ടമായിരുന്നു അടുത്ത കാലം വരെ സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണ്ണയിച്ചിരുന്നത്. ഭരണ സാധ്യതകൾ പോലും മാറ്റിമറിച്ച കൊമ്പൻ സ്രാവുകളുടെ ചാട്ടങ്ങളും കേരളം കണ്ടിട്ടുണ്ട്. CPIയും ആന്റണി കോൺഗ്രസും മുസ്ലിം ലീഗും കെ കരുണാകരനും വരെ മുന്നണി മാറ്റം നടത്തിയ നിർണായക ഘട്ടങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. അത്തരം ക്വാണ്ടം ജമ്പുകളുടെ കാലമെല്ലാം ഒരുവിധം അവസാനിച്ച മട്ടാണ്. അവരെല്ലാം പ്രധാന മുന്നണികളിൽ ഉറച്ചിരിക്കുന്നു. ഇനി പാടവരമ്പത്തെ കൊള്ളിമീൻ ചാട്ടം പോലെ ചെറു പാർട്ടികളുടെ കൂടുവിട്ട് കൂടുമാറ്റങ്ങളാകും തെരഞ്ഞെടുപ്പ് കാലത്തെ മാറ്റങ്ങൾ നിർണ്ണയിക്കുന്നതും വാർത്തയാകുന്നതും. അടുത്ത 6 മാസത്തിനിടയിൽ ഇനി എത്ര ചെറുമീൻ ചാട്ടങ്ങൾ കൂടി കേരള രാഷ്ട്രീയത്തിൽ കാണാമെന്ന് കൗതുകത്തോടെ നമുക്ക് കാത്തിരിക്കാം.